ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് VR എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ ആയത് പുമ്മും ഭീമും കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഭീമാണെങ്കിൽ പുമ്മിനെ അവൻ്റെ റൂമിൽ നിന്ന് പുറത്താക്കുന്നതാണ്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഡോറിൽ ചാരി നിൽക്കുകയാണ്. അവൻ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ അവൻ്റെ ഹാളിൽ അവൻ കൈ വെച്ച് നിൽപ്പുണ്ട്. ഈ ഒരു ടൈമിൽ പുമ്മ് പോയിട്ടുണ്ടായിരുന്നില്ല. പുമ്മും ആ ഒരു ഡോറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ഭീമിനെ കുറിച്ച് ഓർത്ത് അവനും ചിരിച്ച് രണ്ടുപേരും രണ്ട് സൈഡിൽ ഇങ്ങനെ സ്വപ്നലോകത്തായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഭീം അവൻ്റെ ആർട്ട് വർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ ആർട്ട് വർക്ക് അവൻ്റെ സാറിങ്ങനെ നോക്കുന്ന ടൈമിന് ഭീം എന്തോ ഓർത്ത് ഭയങ്കര ടെൻഷനിലിരിക്കുന്ന പോലെ കണ്ടിട്ട് സാർ എന്താ കാര്യം ചോദിക്കുകയാണ്. ഭീം ആ സമയം അതൊന്നുമില്ല സാർ, അത് പിന്നെ ഞാൻ ചെയ്ത വർക്ക് നല്ലതാണോ മോശമാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ്. ആ സമയം സാറാണെങ്കിൽ അത് നോർമലായിട്ട് ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണ്. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും നമ്മുടെ ചിന്തകൾ കൊണ്ട് ചെയ്യുന്നതായാലും അല്ലെങ്കിലും നമ്മൾ ഏത് വർക്കാണ് ചെയ്യുന്നതിലും അതിലെല്ലാത്തിലും നമ്മളുടെ ഒരു അംശം അടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. ഭീം ആ സമയം അവൻ്റെ ആർട്ട് വർക്കൊന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവൻ്റെ ആർട്ട് വർക്കും എടുത്ത് തിരിച്ച് ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അവൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ക്യൂ ആണെങ്കിൽ എന്തു പറ്റി സാറ് വഴക്ക് പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഭീം അപ്പോൾ വഴക്കൊന്നും പറഞ്ഞില്ല, പക്ഷേ അങ്ങോട്ട് ഡ്രോയിങ് ചെയ്യാനായിട്ട് എനിക്കൊരൊറ്റ ഐഡിയ പോലും കിട്ടുന്നില്ല എന്ന് പറയാണ്. ക്യൂ ആ സമയം നമ്മൾ ആർട്സ് പിള്ളേർക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോട്ടൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐഡിയ നഷ്ടപ്പെട്ടു പോകുന്നത് നോർമലായിട്ടുള്ള കാര്യമൊക്കെയാണ്. ഇനിയിപ്പോൾ ഐഡിയ കിട്ടുന്നില്ല എങ്കിൽ നീ കുറച്ച് നേരത്തേക്ക് വർക്കിനെക്കുറിച്ച് ആലോചിക്കുന്നത് നിർത്ത്, എന്നിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ടങ്ങ് ഇരിക്കാൻ പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ പക്ഷേ ഞാൻ എപ്പോഴും ലേറ്റായിട്ട് വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇരുന്ന് സ്പീഡിന് ചെയ്യുമ്പോൾ നീ എന്നെ വഴക്ക് പറയാറുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ആ സമയം നിൻ്റെ കയ്യിൽ ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിൻ്റെ കയ്യിൽ ഐഡിയാസ് ഇല്ല. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് കുറച്ച് ടൈം അല്ലാതെ വേറെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. എന്നിട്ട് ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് ഇന്ന് രാത്രി ടോയ് സ്കേറ്റിംഗ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണാൻ പോവാണ്, നീ എൻ്റെ കൂടെ വരുന്നോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഭീം ക്യൂവിനൊന്ന് നോക്കിയിട്ട് നിനക്ക് അവൻ്റെ അടുത്ത് നിന്ന് നിൻ്റെ കണ്ണെടുത്ത് മാറ്റാൻ പറ്റുന്നില്ല അല്ലേ, നിങ്ങളുടെ ഒരു ഓൾറെഡി ഡേറ്റ് ചെയ്ത് തുടങ്ങിയോന്ന് ചോദിക്കുകയാണ്. ക്യൂ ആ സമയം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. അത് കേട്ട് ഭീം എന്താ ഇല്ലെന്നോ, നിനക്കൊക്കെ ഒന്ന് ഡേറ്റ് ചെയ്ത് തുടങ്ങിക്കൂടെ, എന്ത് കാണാൻ താമസിപ്പിച്ച് വെച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ക്യൂ അപ്പം അതിന് മറുപടി കൊടുക്കാതെ ഭീമിൻ്റെ അടുത്ത് നീ എൻ്റെ കൂടെ വൈകുന്നേരം വരുന്നുണ്ടോ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഭീം അപ്പോൾ ഞാനൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോകാമെന്ന് പറയാണ്. ക്യൂ അപ്പോൾ ശരിക്കും ഉറങ്ങാൻ പോകണമെന്ന് വെച്ചപ്പോൾ ഭീം അതെ അതെ എനിക്ക് റെസ്റ്റ് എടുക്കാനുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന ഭീം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ആ സമയം അവനെ വെയിറ്റ് ചെയ്ത് ഓൾറെഡി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഭീം അവനെ കണ്ടിട്ടും മൈൻഡില്ലാതെ അവനങ്ങ് തിരിഞ്ഞ് നടന്ന് പോവാണ്. ആ സമയം നിൽക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഭീം ആ സമയം നീയുമായിട്ട് വഴക്കുണ്ടാക്കാൻ എനിക്ക് ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ പോകുകയെന്ന് പറയാണ്. ആ സമയം ഭീമിൻ്റെ കവിളിലൊക്കെ കൈ വെച്ചിട്ട് എന്താ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ക്യൂട്ടായിട്ട് ഇങ്ങനെ തലയാട്ടാണ്. അങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് ഐ കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു കഫേയിലേക്ക് ചെല്ലാണ്. ഇവർക്ക് രണ്ടുപേർക്കുള്ള ഡ്രിങ്ക്സ് വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ അത് കുടിക്കാൻ തുടങ്ങുന്ന ടൈമിന് ഇനിയെങ്കിലും പറ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. നീ സാധാരണ ഇങ്ങനെയല്ലല്ലോ, നീ എപ്പോഴും ഹാപ്പിയാണ്, നിൻ്റെ പോസിറ്റീവ് എനർജി എല്ലാവർക്കും കൊടുക്കാറുണ്ട്, നീ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, ചില സമയം കുറച്ച് ശല്യമായിട്ട് തോന്നും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഭീം അപ്പോൾ ഒന്നുമില്ല, അത് പിന്നെ എനിക്ക് അടുത്ത ഡ്രോയിങ് ചെയ്യാനായിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ ഐഡിയ കിട്ടാതാവാതിരിക്കുമ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഭീം അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞാൻ പോകുമെന്ന് പറയാണ്. അപ്പോൾ എങ്ങനത്തെ സ്ഥലമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭീം വെള്ളമൊക്കെ ഉള്ള സ്ഥലം, അതായത് ബീച്ചോ അങ്ങനെ ഏതെങ്കിലും വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കാണുമ്പോൾ ഈ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഭീമാ സമയം ഇപ്പോൾ പോകാനോ, നീ എന്തിനാ ഇത്ര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഉമ്മാണെങ്കിൽ എന്ത് പറ്റി പോകണ്ടേ, വാങ്ങാൻ തന്നെ കൊണ്ടുപോകാം, എന്താ ദൂരെ ആയതുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് അവനെ വിളിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് വേറൊരിടത്തും ആയിരുന്നില്ല, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നിനക്ക് വെള്ളമുള്ള സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു, എൻ്റെ തലയിൽ ആലോചിച്ചിട്ട് ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവൻ നോക്കി ഒന്ന് ചിരിച്ച ശേഷം രണ്ടുപേരും പൂൾ സൈഡിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിന് ആണെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം ചോദിച്ചതിന് ഭീം മറുപടി കൊടുക്കുന്നില്ല, ജസ്റ്റ് പുമ്മിനൊന്ന് നോക്കിയ ശേഷം അവൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഭീമിൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിലേക്ക് തള്ളിയിട്ടാണ് ഫുള്ള് കളിക്കുകയാണ്. അങ്ങനെ വെള്ളത്തിലിങ്ങനെ കളിച്ചിട്ട് നിൽക്കുന്ന ടൈമിന് ആണെങ്കിൽ ഇപ്പോൾ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ഭീം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം എനിക്ക് വെള്ളം ആവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം ഭീം അതെന്താ നിനക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹമെന്ന് വെച്ചപ്പോൾ
പുമ്മാണെങ്കിൽ അത് പിന്നെ നിനക്ക് വെള്ളം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ വെള്ളം ആയിക്കഴിഞ്ഞാൽ ഞാൻ കാരണമായിരിക്കുമല്ലോ നീ സന്തോഷിക്കാൻ പോകുന്നതെന്ന് പറയാണ്. ആ സമയം ഭീമ അത് കേട്ടിട്ട് നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണെന്ന് പറയാണ്. അത് പുമ്മ് കേട്ടായിരുന്നു, പക്ഷേ പുമ്മ് വീണ്ടും എന്താ കേട്ടില്ല ഒന്നുകൂടെ പറയാനായിട്ട് പറയാണ്. അങ്ങനെ ഭീമ് നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണെന്ന് പറയാണ്. എന്നാൽ പുമ്മ് വീണ്ടും ഞാൻ കേട്ടില്ല എന്ന് പറയാണ്. ആ ഒരു ടൈമിന് പുമ്മാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഭീമ ചെന്നിട്ട് പുമ്മിൻ്റെ കവളിലൊരു കിസ് കൊടുത്തിട്ട് ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മാണെങ്കിൽ ഞാൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അങ്ങനെ ഭീമാണെങ്കിൽ പുമ്മിനൊന്ന് നോക്കിയിട്ട് അവർ രണ്ടുപേരും കിസ് ചെയ്യാണ്. കിസ് ചെയ്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ നിർത്തിയ ശേഷം ഭീമാണെങ്കിൽ ഇപ്പം നമ്മൾ നല്ല ക്ലോസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം പുമ്മ് നല്ല ക്ലോസാ, ഞാനൊന്ന് മാറി നിൽക്കണമെന്ന് ചോദിക്കുകയാണ്. പക്ഷേ അതിന് മറുപടി എടുക്കാൻ നിൽക്കാതെ വീണ്ടും രണ്ടുപേരും കിസ് ചെയ്യാണ്. കുറേ നേരം കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും വീണ്ടും വെള്ളത്തിൽ കളിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്യൂ ആണെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ടോയ് അവൻ്റെ സ്കേറ്റ് ബോർഡിൽ അങ്ങോട്ടേക്ക് വരാണ്. ഈ ഒരു ടൈമിന് ടോയിനെ കണ്ടിട്ട് ഫായി അവനോട് നീ എന്താ ഇവിടെയും ചോദിക്കുകയാണ്. ആ സമയം ടോയ് ഞാനും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതല്ലേ, ഞാനും ഈ ക്ലാസ്സൊക്കെ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് പറയാണ്. ഈ ടൈം ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് ക്യൂ ഇത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചുമക്കുന്നൊക്കെ ഉണ്ട് ഇവരെ സംസാരം നിർത്താനായിട്ട്. ആൾ ജലസായോ ഇല്ലെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഈ ഒരു ടൈമിന് ടോയ് ആണെങ്കിൽ ക്യൂവിനെ നോക്കിയിട്ട് എൻ്റെ കൂടെ സ്കേറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞല്ലേ, വരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതേപോലെ ക്യൂ ആണെങ്കിൽ വർക്ക് കഴിയാറായി, ഒരു സെക്കൻഡ് ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഫൈ ആണെങ്കിൽ ഞാൻ പോവാ, നീ ക്യൂവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ അങ്ങ് പോവാണ്. ഈ ഒരു ടൈമിന് ടോയ് ഒരു കസേര എടുത്ത് നമ്മുടെ ക്യൂവിൻ്റെ അടുത്ത് കൊണ്ടിട്ട ശേഷം അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പോൾ എന്നെ ഡ്രോയിങ് കഴിയുമെന്ന് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ ജീവിതകാലം മൊത്തവും ഞാൻ മരിക്കുന്നവരെയും നീ ഡ്രോയിങ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ബോറടിക്കത്തില്ല എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ അതിന് ഞാൻ നിന്നെ മരിക്കാൻ വിട്ടിട്ട് വേണ്ടേ, ജീവിതകാലം മൊത്തം നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയാണ്. ഈ ഒരു ടൈമിൻ്റെ ടോയ് ആണെങ്കിൽ ഞാനിപ്പോഴും നിൻ്റെ ഡ്രോയിങ്സ് കണ്ടിട്ട് അതുമായിട്ട് യൂസ്ഡ് ആയിട്ടില്ല, എനിക്കെന്തോ എന്താ അങ്ങനെ ഫീൽ ചെയ്യുന്നത് അറിയത്തില്ല. ഫസ്റ്റ് ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഓയുടെ കഫേയിൽ വെച്ച് നിൻ്റെ ഡ്രോയിങ്സ് കണ്ടപ്പോഴാണ് ഡ്രോയിങ് ആർട്ട് അത് ഇത്രയും ഗ്രേറ്റ് ആണെന്ന്, വലുതായിട്ടുള്ള സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നൊരു പയ്യനായ എനിക്ക് അതൊക്കെ വളരെ വലിയൊരു സംഭവമായിരുന്നു എന്ന് പറയാണ്. ആ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ ഞാനാണ് നിനക്ക് ലെറ്റർ എഴുതിക്കൊണ്ടിരുന്ന പയ്യൻ, അതായത് അവർ സ്റ്റിക്കി നോട്ടിൽ കൂടെ സംസാരിക്കുമായിരുന്നല്ലോ, ആ പയ്യൻ ഞാനാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ക്യൂ ടോയിയോട് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ ആദ്യമേ അറിയത്തില്ലായിരുന്നു, ഞാൻ നിന്നെ കഫേയിൽ വെച്ച് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ അത് നീയാണ് എനിക്ക് ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതുന്നതെന്ന് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത് എന്ന് പറയാണ്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ നീയുമായിട്ട് സംസാരിച്ച് ഞാൻ ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ട, എന്ത് ഫീൽഡിലോട്ടാണ് പോവേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വന്നതും നീ എന്നെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിൻ്റെ ലെറ്ററൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയാണ്. ക്യൂ ആ സമയം ഞാൻ നിന്നെ വിട്ടിട്ട് പോയില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. ടോയപ്പ അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ലെന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ അല്ല ഞാൻ പോയതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അത് പിന്നെ നീ തന്ന ആ ഒരു എന്താ ധൈര്യവും എല്ലാം കൊണ്ട് തന്നെ ആർട്സ് എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അതിനുള്ള എൻട്രൻസ് എക്സാം എഴുതി, അതിന് ഞാൻ പാസ്സായി, എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അഡ്മിഷൻ കിട്ടാനുള്ള കാരണം തന്നെ നീയാണ്, നീ എനിക്ക് അവസാനമായിട്ട് എഴുതിയ ലെറ്ററാണ്. കാരണം അതിൻ്റെ അകത്ത് നീ എഴുതിയിരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് എനിക്ക് അത്രയും ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കിട്ടിയത്. പിന്നെ ഞാൻ കോളേജിൽ ജോയിനായി, അവിടെ വെച്ചാണ് നിന്നെ ഞാൻ വീണ്ടും മീറ്റ് ചെയ്തത്. നിന്നെ കാണുമെന്ന് വിചാരിച്ചതേ ഇല്ല, കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഷോക്കായിപ്പോയി. ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്തുനിന്ന് സീക്രട്ടായിട്ട് വെച്ചേക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, എങ്ങനെയോ കൊണ്ടുപോയി. കാരണം മാത്യു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ കൂടെ ഉണ്ടായിരുന്നത് വളരെ നന്നായി. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും കംഫർട്ടബിളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവൻ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം ക്യൂ നീ എല്ലാ സത്യങ്ങളും എന്നോട് പറയാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ടോയ് ആണെങ്കിൽ നീ വീണ്ടും പോയി കളയുമെന്ന് എനിക്ക് പേടിയായിരുന്നു എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും പോകത്തില്ല എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ ടോയ് നോക്കിയപ്പോൾ അന്ന് ഓയുടെ കഫേയിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് നമ്മുടെ ക്യൂവിൻ്റെ ബോക്സ് കാണാതെ പോയത് ടോയ് ആയിരുന്നല്ലോ കണ്ടുപിടിച്ച് കൊടുത്തത്. അതേ സെയിം ബോക്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ടോയ് അതെടുത്തിട്ട് ഇതിപ്പോഴും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ഉണ്ട്, എൻ്റെ മുത്തശ്ശൻ എനിക്ക് തന്നതായത്, നീ അതൊന്ന് കണ്ടുപിടിച്ച് തന്നില്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു എന്ന് പറയാണ്.
ആ സമയം ടോയ് ആണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യൂവും നല്ല കാര്യമെന്ന് പറയാണ്. ടൈന് ടോയ് ഞാനത് എടുത്തു തന്നുകൊണ്ടാണോ നല്ല കാര്യമെന്ന് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ക്യൂ ആണെങ്കിൽ എടുത്ത് തന്നതുകൊണ്ടും പിന്നെ നീ ഇപ്പം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടും അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് ക്യൂവിനാണെങ്കിൽ ടോയുടെ കവിളിൽ കിസ് കൊടുക്കുകയാണ്. പിന്നെ അവർ കളിച്ച് കളിച്ച് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ടോയ് ആണെങ്കിൽ ഡ്രോയിങ് കഴിഞ്ഞു, എനിക്ക് സ്കേറ്റ് ബോർഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഇപ്പം കഴിയുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ക്യൂ ആണെങ്കിൽ പാർക്കിരുന്ന് ഡ്രോയിങ് ചെയ്യുന്നതാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കേറ്റ് ബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ സ്കേറ്റ് ബോർഡിങ് ചെയ്തിട്ട് ടോയും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ക്യൂവിൻ്റെ നേരെ വന്ന് നിൽക്കുകയാണ്. അട്ടേനെ അവൻ്റെ ഫ്രണ്ട്സ് അല്ല അവൻ എപ്പോഴും നിൻ്റെ കൂടെ വരാറുണ്ടല്ലോ, എന്നാൽ അവൻ സ്കേറ്റിങ് ചെയ്യാറില്ല, എന്താ നിന്നെ കാണാനായിട്ട് അവൻ വരുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അവൻ ഡ്രോയിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാ, വേറെ അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുന്നതാ, വേറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം ക്യൂവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ടോയ് ആണെങ്കിൽ അവരോട് സംസാരിച്ച് നേരെ ക്യൂവിൻ്റെ അടുത്തേക്ക് വരാണ്. ക്യൂ അപ്പോൾ നിങ്ങൾ എന്താ സംസാരിച്ചത്, എന്നെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ അത് പിന്നെ വേറൊന്നുമില്ല, നീ എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് സ്കേറ്റിംഗ് ഒന്നും ചെയ്യാതെ എപ്പോഴും ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ ഭയങ്കര ഹാൻഡ്സമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഹാൻഡ്സമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയെന്ന് വേണ്ട, ഞാൻ അല്ലാതെ തന്നെ ഹാൻഡ്സം ആണെന്ന് പറയാണ്. ആ സമയം ടോയ് ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അവൻ ഡ്രോയിങ് ചെയ്ത് നിർത്തിയിട്ട് എഴുന്നേറ്റ് ടോയിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് ഞാൻ സുന്ദരനാണോ ഹാൻഡ്സം ആണോ നീ പറയാനായിട്ട് പറയാണ്. ആ ഒരു ടൈമിന് അവനാണെങ്കിൽ ടോയുടെ താടിയിലും ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ടോയ്ക്ക് ഷൈ ആയിട്ട് അവനാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ ഞാൻ സ്കേറ്റിംഗ് ചെയ്യാൻ പോകാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പീമും പുമ്മും കൂടെ തിരിച്ച് പുമ്മിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അവർ രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വന്നോടനെ പുമ്മാണെങ്കിൽ നീ ചെന്ന് കുളിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ നിനക്ക് പനി പിടിക്കും, എന്നിട്ട് ഇന്ന് നീ ഇവിടെ നിൽക്കാനായിട്ട് പറയാണ്. ആ സമയം പീമ് അതെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചപ്പോൾ പുമ്മ് നീ കുളിച്ചിറങ്ങുമ്പോൾ ലേറ്റാവും, പിന്നെ എനിക്ക് നിന്നെ ലേറ്റായിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വയ്യ, അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ പറയാണ്. പീമ സമയം അതൊന്നും കുഴപ്പമില്ല, ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ പോയിക്കോളാൻ തുടങ്ങിയപ്പോൾ പുമ്മാണെങ്കിൽ വേണ്ട ഇന്ന് ഇവിടെ നിൽക്ക് പ്ലീസ് എന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് പറയാണ്. ആ ഒരു പ്ലീസിൽ പീമങ്ങ് വീണ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടാനിനെ കാണിക്കുമ്പോൾ അവനിപ്പോഴും കോളേജിലിരിക്കുകയാണ്. ഫാങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. അവനിപ്പോഴേ ഫാങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവന് ഉറക്കം വരുന്നുണ്ട്, കൊതുക് കടിക്കുന്നുണ്ട്, എല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫാങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടപ്പോൾ ഫാങ് അവിടെ നിന്ന് വരുന്നതാണ്. അവനെ കണ്ടതും ടയേർഡായിട്ടിരുന്ന ടാങ്ങിൻ്റെ ടയേർഡ്നെസ് എല്ലാം മാറാണ്. ആൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ചെന്നിട്ട് ബേബി നിൻ്റെ ക്ലാസ് കഴിഞ്ഞോ, ക്ലാസ് കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയല്ലോ, നീ ടയേർഡായോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫാങ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ടാനാണെങ്കിൽ തന്നെ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു എന്ന് കണ്ടിട്ട് ഫാങ് സോറി നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചതെന്ന് പറയാണ്. ആ സമയം അമ്മ ഇങ്ങനെ ക്യൂട്ടായിട്ട് പറയുന്നുണ്ടിട്ട് ടാനിങ്ങനെ ചിരിക്കുകയാണ്. ആ സമയം ഫാങ് എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ടാനാണെങ്കിൽ നീ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഫാങ് അത് കൊള്ളത്തില്ലെന്ന് വെച്ചപ്പോൾ ടാനാണെങ്കിൽ കൊള്ളാം കൊള്ളാം നിൻ്റെ എല്ലാ വർഷവും എനിക്കിഷ്ടമാണ്, പക്ഷേ നീ ഇങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുന്ന കാണുമ്പോൾ അതെനിക്ക് കൂടുതലങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയാണ്. ആ സമയം ഫാങ് ശരി ശരി എനിക്ക് വിശക്കുന്നു, വാ നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ ബേബി എന്ന് പറയാണ്. ആദ്യമായിട്ടാണ് ഫാങ് ടാനിനെ ബേബി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു വിളി കേട്ടതും ടാനാണെങ്കിൽ നീ എന്താ എന്നെ വിളിച്ചത് ബേബിന്നോ, ഒന്നുകൂടെ വിളിക്കുമെന്ന് പറയാണ്. എന്നാൽ ഫാങ് ആണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാണ്. അങ്ങനെ ടാനും അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഫാങ്ങിൻ്റെ പുറകെ ചെല്ലാണ്. ഈ ഒരു ടൈമിന് പന്നിനെ കാണിക്കുമ്പോൾ അവനൊരു കുഞ്ഞു കിളീനെ അവൻ്റെ കർച്ചീഫിൽ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിപ്പോഴും ജീവനുണ്ട്, എന്നാൽ അതിനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെന്ത് പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അവനിങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ചെയിൻ വരാണ്. ചെയിൻ വന്നിട്ട് പന്നിൻ്റെ അടുത്ത് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പന്നാണെങ്കിൽ ഞാനിങ്ങനെ വീട്ടിൽ പോകുന്ന ടൈമിന് മരത്തിൻ്റെ അടിയിൽ ഈ ഒരു കിളി ഇങ്ങനെ കിടക്കുന്ന കണ്ടു, അതിന് ഉറുമ്പൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു, നീ ഡോക്ടറല്ലേ ഇതിനൊന്ന് ചെക്ക് ചെയ്യാൻ പറയാണ്. ആ സമയം ചെയിനാണെങ്കിൽ ഞാൻ ഡോക്ടറല്ല ഞാൻ ഡെൻറ്റിസ്റ്റ് ആണെന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ അല്ലേന്ന് വെച്ചപ്പോൾ ചെയിനാണെങ്കിൽ അയ്യോ ഞാൻ ഡെൻറ്റിസ്റ്റാ, ഇതിനെ ചെക്ക് ചെയ്യുന്നത് വെറ്റിനറി ഡോക്ടറാണ്, ഇതിനെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആരുടെ അതിന് പന്നാണെങ്കിൽ പാവം കിളി ചത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവയിങ്ങനെ വിഷമിക്കുന്ന കണ്ടിട്ട് ചെയിനാണെങ്കിൽ ശരി വാ നമുക്ക് ഈ ടൈനീനെയും കൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറയാണ്. അവനിപ്പോൾ ആ കിളീനെ ടൈനി എന്നുള്ളൊരു പേരിൽ വിളിക്കുകയാണ്. അങ്ങനെ ആ ഒരു പേര് വിളിച്ച് കേട്ടിട്ട് പന്നാണെങ്കിൽ ഇതിൻ്റെ പേര് ടൈനി എന്നല്ല പെൻഗ്വിൻ എന്നാന്ന് പറയാണ്. ഇത് കേട്ട് ചെയിൻ നിനക്കിതിനിപ്പോൾ കിട്ടിയതേ ഉള്ളൂ, അപ്പം തന്നെ നീ പേരിട്ടു എന്ന് വെച്ചപ്പോൾ പന്നാണെങ്കിൽ ഇപ്പം പേരിട്ടേ ഉള്ളൂ എന്ന് പറയാണ്. പന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര ക്യൂട്ടാണ്. ഓരോ എപ്പിസോഡിലും എനിക്കെന്തോ പന്നിനെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് ചെയിനും പന്നിനും മര്യാദയ്ക്കൊരു മൊമെൻറ്റ്സ് പോലും കിട്ടിയിട്ടില്ല. ഇത്ര എപ്പിസോഡായി ഈ ഒരു കപ്പിളിന് മാത്രം ഒന്നും കിട്ടുന്നില്ല. ഈ ഒരു എപ്പിസോഡിലെങ്കിലും
എന്തെങ്കിലെങ്കിലും എന്തേലും കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഇവരെക്കുറിച്ച് നല്ല ടെൻഷനുണ്ട്. എൻ്റെ ചിന്തയിൽ മൊത്തം ഇപ്പോൾ ഈ ഒരു കപ്പിളാണ്. ഇവരെപ്പോൾ സെറ്റാവും, എങ്ങനെ സെറ്റാവും, ഇനി കുറച്ച് എപ്പിസോഡും കൂടെ ഉള്ളൂ. ഇവർക്ക് മര്യാദയ്ക്ക് ഒരു മൊമെൻറ്റ്സ് പോലും കിട്ടുന്നില്ല. പരസ്പരം ഫീലിങ്സ് ഉണ്ടോ എന്ന് പോലും മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോന്നും ഇങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് ഭീം കുളിച്ചിട്ട് ഇങ്ങനെ പുമ്മിൻ്റെ റൂമിലുള്ള പാവക്കുട്ടീനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ പാവകളുണ്ട്. ആ ഒരു ടൈമിന് പുമ്മ് വന്നിട്ട് ഭീമിനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യാണ്. ആ സമയം ഭീം എന്താ കാര്യമെന്ന് വെച്ചപ്പോൾ പുമ്മാണെങ്കിൽ, ഓ ഞാൻ വിചാരിച്ചു നീ ഒരു പാവയാണെന്ന്, നിന്നെ കാണാൻ ഒരു പാവയെ പോലെയുണ്ട്, വാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഇവനെ എടുത്ത് ബെഡിൽ കൊണ്ട് കിടത്താണ്. എന്നിട്ട് അവരിങ്ങനെ ഉറങ്ങാനായി കിടക്കാണ്. ഈ ഒരു സമയം പുമ്മാണെങ്കിൽ ഭീമിനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ഭീം എന്നെ എന്തിനാ ഹഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പുമ്മ്, അത് പിന്നെ എനിക്ക് എന്തിനെങ്കിലും ഹഗ് ചെയ്താലേ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഹഗ് ചെയ്യാമെന്ന് പറയാണ്. ഭീം അപ്പോൾ ഇഷ്ടംപോലെ പാവ കുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാവേനെ എടുത്തിട്ട് ഹഗ് ചെയ്യാൻ പറയാണ്. ആ സമയം പുമ്മാണെങ്കിൽ, അത് വേണ്ട, നീയും ആ പാവകളെ പോലെ തന്നെ നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഹഗ് ചെയ്ത് കിടക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീം, ഇന്ന് മാത്രമേ എന്നെ ഹഗ് ചെയ്യാനായിട്ട് ഞാൻ നിനക്ക് സമ്മതിച്ച് തരത്തുള്ളൂ എന്ന് പറയാണ്. പുമ്മപ്പോൾ ഓക്കെ, ഇന്ന് നമുക്ക് ഹഗ് ചെയ്ത് കിടക്കാം, നാളെ രാത്രി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാണ്. അത് കേട്ടതും ഭീമാണെങ്കിൽ, എന്താ പറഞ്ഞേ, നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് പറഞ്ഞ ഉടനെ തന്നെ പുമ്മ കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭീം വീണ്ടും ഉറങ്ങാനായി പോവാണ്. ഈ ഒരു ടൈം പുമ്മ എഴുന്നേറ്റിട്ട് ഭീമിൻ്റെ കവിളിലേക്ക് ചെയ്തിട്ട്, സോറി ഞാൻ ഉറക്കത്തിൽ സംസാരിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് കിടന്ന് വീണ്ടും ഉറങ്ങുകയാണ്. അതിന് അത് അടുത്ത ദിവസം രാവിലെ പുമ്മ് ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. ആ സമയം ഇവർ ഹഗ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുമ്മ എഴുന്നേറ്റ് ഭീമിനെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ അടുത്ത് എഴുന്നേൽക്കാൻ പറയാണ്. എന്നിട്ട് അവൻ്റെ കവിളൊരു കിസ്സ് കൊടുക്കുകയാണ്. കിസ്സ് കൊടുത്തപ്പോൾ എന്തോ ഭീമിൻ്റെ ദേഹത്തത്രയും ചൂടായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവനിങ്ങനെ നോക്കുകയാണ്. നോക്കിയപ്പോൾ ഭീമിന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുമ്മ എഴുന്നേറ്റിട്ട്, നിനക്കെന്താ പനിയായോ എന്ന് ചോദിക്കുകയാണ്. ഭീം അപ്പോൾ ഉറക്കത്തില്ലോണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും എന്നൊക്കെ പറയാണ്. ഭീം അപ്പോൾ ഇങ്ങനെ പറയുന്നിട്ട് പുമ്മ, വയ്യാതിരിക്കുമ്പോൾ കുളിക്കാനോ, നിനക്ക് എന്താടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഭീം എഴുന്നേറ്റിട്ട്, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ നിനക്ക് പനി പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ മാറി നിൽക്കാനായിട്ട് പറയാണ്. അവരുടെ പുമ്മ, എനിക്ക് പേടിയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഭീം അവൻ്റെ ചുണ്ടൊരു കിസ്സ് കൊടുക്കുകയാണ്. ആ സമയം പുമ്മ, ഇതുകൊണ്ട് എനിക്ക് പനിയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ച് കിസ്സ് ചെയ്യാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് കുളിക്കാനായിട്ട് പറയാണ്. ഇവരുടെ ഭീം ഇങ്ങനെ എഴുന്നേൽക്കാതെ കിടക്കുന്ന കണ്ടിട്ട് പുമ്മാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഭീം ഉടനെ തന്നെ ഞെട്ടിയ ശേഷം, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല, അവൻ എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് കളയുമെന്ന് മനസ്സിലായിട്ട് അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്ന കുളിച്ചിട്ട് ഇവരുണ്ടേലും സോഫയിൽ വന്നിരിക്കുന്നതാണ്. അവരുണ്ടേലും കോളേജിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഭീമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് പുമ്മ് അവൻ്റെ മടിയിൽ വന്ന് കിടന്നിട്ട് ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ അവനിങ്ങനെ നോക്കുകയാണ്. ആ ടൈമിന് പുമ്മ് ഭീമിൻ്റെ അടുത്ത്, നീ എൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടേക്കുന്നത് നിനക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം അവനെ നോക്കി ചിരിക്കുകയാണ്. ആ ടൈമിൽ പുമ്മ്, കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും നന്നായി, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാമല്ലോ എന്ന് പറയാണ്. ആ സമയം ഭീം സംസാരിക്കുന്നിട്ട് പെട്ടെന്ന് ഡ്രിങ്ക്സ് കുടിക്കുക, എനിക്ക് കോളേജിൽ പോകാനുള്ളതാ, നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് പോകുമെന്ന് പറയാണ്. ആ ടൈമിന് പുമ്മ് വീണ്ടും കളിച്ചോണ്ട് നടക്കുകയാണ്. അങ്ങനെ ഭീമാണെങ്കിൽ അവനെ പിടിച്ച് മാറ്റി കിടത്തിയിട്ട്, ഇതാ നിൻ്റെ പാവം വെച്ചോണ്ടിരുന്നോ, ഞാൻ പോകാന്നിട്ട് അവനെ ബാഗ് എടുത്തിറങ്ങാണ്. എന്നാൽ പുമ്മും അവൻ്റെ പുറകെ പോകുന്നുണ്ട്. അവനെ ഒരുമിച്ച് കോളേജിൽ പോവാണ്. ഈ ഒരു ടൈമിന് ക്യൂവിനെ കാണിക്കുമ്പോൾ അവൻ കോളേജിലോട്ട് ഇങ്ങനെ നടന്നു പോകായിരുന്നു. ആ സമയം ടോയ് അവനെ കോൾ ചെയ്തിട്ട്, ക്യൂ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാണ്. ആ സമയം ക്യൂ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അവൻ വീണ്ടും അലറി വിളിച്ചുകൊണ്ട് ക്യൂ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാണ്. ആ സമയം ക്യൂ ടെൻഷനായിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അട്ടൻ അവൻ വീണ്ടും ഹെൽപ്പ് ഹെൽപ്പ് എന്നും പറഞ്ഞിങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുകയാണ്. അങ്ങനെ ക്യൂ ടെൻഷനായിട്ട് നേരെ കോളേജിൽ ടോയുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ചെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അവൻ വിചാരിച്ചു ഇങ്ങനെ അലറി വിളിച്ചപ്പോൾ എന്തോ ഭയങ്കര സംഭവമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ കാര്യം മറ്റൊന്നുമല്ലായിരുന്നു. അവൻ അവൻ്റെ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമുമായി. അത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടായിരുന്നു അവൻ ക്യൂവിനെ വിളിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ക്യൂ ആണെങ്കിൽ ടോയുടെ അടുത്ത്, ദേ നീ ഭീമിനെ പോലെ കാണിക്കരുത്, ഭീം ഇതുപോലെ തന്നെയാണ്, ഇത്രയും ദിവസം ഉണ്ടായിരുന്നിട്ടും തലേ ദിവസം ഇരുന്നങ്ങ് വർക്ക് ചെയ്യും, എന്നിട്ട് തീന്നില്ലാന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കും, ദേ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചു, ഇനി അടുത്ത പ്രാവശ്യം തന്നെ ഇങ്ങനെയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇരിക്കത്തില്ല, സാറ് നിൻ്റെ മാർക്ക് കുറയ്ക്കട്ടെ, അപ്പോഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഈ ഒരു ടൈമിൽ ടോയ് ആണെങ്കിൽ, എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് താങ്ക്സ്, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല, ഈ ഒരു ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കത്തുമില്ല, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് നീ എൻ്റെ അടുത്ത് ചോദിച്ചോ, ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ അവന് പെൻസിൽ ബോക്സ് എടുത്ത് ടോയിൻ്റെ കൈ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പെൻസിൽ ഷാർപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും അവൻ ചോദിക്കുന്നതെന്ന് മനസ്സിലായിട്ട്, ഞാനിപ്പോൾ ഷാർപ്പ് ചെയ്ത് തരാമെന്ന് പറയാണ്. ആ സമയം ക്യൂ, അതല്ല, എൻ്റെ ഈ പെൻസിൽ ബോക്സിൻ്റെ മുകളിൽ നീ ഡ്രോയിങ് ചെയ്യാൻ പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ, ഞാൻ ഡ്രോയിങ് ചെയ്യാനോ, അതെന്തിനാന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ, നിനക്കെന്താ പേപ്പറിൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ,
നീ ഇനി പഠിച്ച് വരുമ്പോൾ പേപ്പറിൽ മാത്രമല്ല മറ്റ് പലയിടത്തും ഡ്രോയിങ്സ് ചെയ്യേണ്ടി വരും. അപ്പോഴേ നീ കൂടുതൽ പ്രാക്ടീസ്ഡ് ആയിട്ട് എല്ലാ വർക്കും നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു പ്രാക്ടീസായിട്ട് എടുക്ക്. ഇതിൽ ഡ്രോയിങ് ചെയ്ത് നീ പ്രാക്ടീസ് ചെയ്യാൻ പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ പറയുന്നിട്ട് ടോയ് അത് വേണ്ട, ഇത് നിൻ്റെ മുത്തശ്ശൻ നിനക്ക് തന്നതല്ലേ, നിനക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ എന്തായാലും വരച്ച് കളിക്കുന്നില്ല എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ ചെയ്യ്, ആ ബോക്സ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നീയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, രണ്ടിനെയും നോക്കാൻ എനിക്ക് ഈസിയും ആണെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് പുമ്മാണെങ്കിൽ ഭീമിനെ അവൻ്റെ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നതാണ്. അങ്ങനെ വിടുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ക്യൂവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ആണെങ്കിൽ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഭീമാണെങ്കിൽ നിനക്കിന്ന് രാവിലെ ക്ലാസ് ഉണ്ടോ എന്നിങ്ങനെ ക്യൂവിനോട് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ നിനക്കറിഞ്ഞൂടെ, നമ്മൾ ഒരു ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, പിന്നെ നീ എന്ത് കാണാനാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ടൈന് ഭീമാണെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇപ്പുണ്ട്. ആ സമയം പുമ്മ് ക്യൂവിൻ്റെ അടുത്ത് ഭീമിനൊന്ന് നോക്കിക്കോണേ, അവന് രാവിലെ തൊട്ട് പനിയാണ്, പക്ഷെ അവൻ ഡോക്ടറിൻ്റെ അടുത്ത് പോലും പോയില്ല എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ അത്ര പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയാണ്. ആ സമയം ഭീമാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ പോവാമെന്ന് പുമ്മിനോട് പറഞ്ഞിട്ട് ക്യൂവിനെ വിളിച്ച് നേരെ ക്ലാസ്സിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവരവരെ ക്ലാസ്സിൽ നിന്ന് ഡ്രോയിങ് ചെയ്യാണ്. ഈ ഒരു ടൈമിൽ ക്യൂ നോക്കിയപ്പോൾ ഭീമാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു, ഡ്രോയിങ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു. ആ സമയം ക്യൂ എന്തുപറ്റി നീ നല്ല അടിപൊളി ഹാപ്പി മൂഡിലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ അത് പിന്നെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഈ വർഷം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണെന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യും, ഇന്നലെ പോലും ഐഡിയ വരുന്നില്ല എന്ന് പറഞ്ഞ് മൂഡ് പോയിരുന്ന നീയാണിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല നേരത്തെ പുമ്മാണെങ്കിൽ നിനക്ക് വയ്യെന്ന് പറഞ്ഞായിരുന്നല്ലോ, നീ ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമ് ഞാൻ ഓക്കെയാണ്, അത് പിന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് അവനിങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ അറിയാതെ അവൻ്റെ വായിൽ നിന്ന് ഈ ഒരു കാര്യം വീഴാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും ക്യൂവിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അവർ രണ്ടുപേരും രാത്രി ഒരുമിച്ചാണ് ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെ അത് കേട്ടിട്ട് ക്യൂ ആണെങ്കിൽ ഭീമിനെ നോക്കിക്കൊണ്ട് എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഭീമ് ഒന്നുമില്ല, അത് പിന്നെ ഇന്ന് രാത്രി ഞാൻ ലേറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, നീ കൂടെ വർക്ക് ചെയ്യുന്നോ എന്നിങ്ങനെ ചോദിച്ച് വിഷയം മാറ്റാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഇല്ല ഒറ്റയ്ക്കിരുന്ന് ചെയ്തോ, ഞാൻ വീട്ടിൽ പോകും, എനിക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാനുണ്ടെന്ന് പറയാണ്. ആ സമയം ഭീമ് എങ്കിൽ പിന്നെ എനിക്കും കൂടെ വേണ്ടിയിട്ട് നീ കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ടോയ് ആണെങ്കിൽ ക്യൂ എടുത്ത് ആ ക്യൂവിൻ്റെ പെൻസിൽ ബോക്സിൽ ഡ്രോയിങ് ചെയ്യുന്നതാണ്. ആ സമയം മാത്യു അവൻ്റെ അടുത്തോട്ട് വന്ന് നിന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതിൻ്റെ തന്നെ ഇത് ചോദിച്ചിട്ട് അവനാണെങ്കിൽ നമ്മുടെ ടോയ് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇങ്ങനെ കയറിയിരുന്നങ്ങ് നോക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം മാത്യു അത് ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യുക, പക്ഷേ അതെന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അതിന് മാത്യു വീണ്ടും അവൻ ചെയ്യുന്ന ഡ്രോയിങ് ഇങ്ങനെ ചെയ്യുക, അതിൻ്റെ അത് കയറിയിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ നിനക്കെന്താണ് കണ്ണ് കണ്ടുകൂടിയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഭീമും ക്യൂവും അവരുടെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് നീ എവിടെയാണ് കറങ്ങാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ അവൻ്റെ ബാഗ് എടുത്തിട്ട് ക്യൂവിനെ അടിക്കാനായിട്ട് ബാഗ് എടുത്ത് ഇങ്ങനെ വീശി അടിക്കുകയാണ്, അതായത് വീശി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ക്യൂ കറക്റ്റ് ടൈമിന് കുനിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് അവന് കൊള്ളുന്നില്ല. എന്നാൽ ഇങ്ങനെ വീശിയ ബാഗ് തിരിച്ച് കറങ്ങി വന്നിട്ട് ഭീമിൻ്റെ മുഖത്തൊറ്റ അടി അടിക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് ക്യൂ തിരിച്ചോടാണ്. ഭീം അവൻ്റെ പുറകെ ഓടാൻ നിൽക്കുന്നുണ്ട്, എന്നാൽ ഓടിപ്പോകുന്നില്ല, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവനങ്ങനെ ചെന്നിട്ട് ഒരു കടയിൽ നിന്ന് ഗ്രീൻ ടീ ഓർഡർ ചെയ്യാണ്. കറക്റ്റ് അതേ കടയിലോട്ട് ബിയറും വന്നിട്ട് ഇവൻ്റെ ഓർഡർ പറയുന്ന ടൈമിന് ബിയറും അവൻ്റെ ഓർഡർ പറഞ്ഞിട്ട് ഇവർ ഒരേ സമയത്ത് ഓർഡർ ചെയ്യാണ്. ആ ടൈമിനാണ് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നത് പോലും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഇവർ ഓർഡറും ചെയ്ത് സാധനവും വാങ്ങിച്ച് ഒരിടത്ത് എന്തെങ്കിലും സംസാരിക്കുകയാണ്. ആ ഒരു ടൈമിന് ഭീമാണെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ്. ബിയർ അപ്പോൾ പുമ്മിനെ പറ്റിയാണെന്ന് വെച്ചപ്പോൾ ഭീമ് അതേന്ന് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ മനസ്സിലായി എന്ന് വെച്ചപ്പോൾ ബിയർ ഞാൻ കറക്റ്റായിട്ട് ഗസ് ചെയ്തില്ലേ, നിനക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഭീമ് അവൻ എങ്ങനത്തെ ആളാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബിയർ നിനക്ക് അവൻ എങ്ങനെയാണെന്ന് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ അതിനാ നീ എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ചപ്പോൾ ബിയർ അത് പിന്നെ നീ അവനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് അറിയാനായിട്ടാണെന്ന് പറയാണ്. അങ്ങനെ ഭീമ് അവൻ വാശിക്കാരനായിട്ടൊരു പയ്യനാണ്, ഭയങ്കര കൂളായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കും, ഭയങ്കര കുട്ടിക്കളിയാണെന്ന് പറയാണ്. ആട്ടേന് ബിയർ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ ശരി തന്നെ, പക്ഷെ അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയാണ്. ആട്ടേന് ഭീമാണെങ്കിൽ സെൻസിറ്റീവോ, അവൻ എൻ്റെ അടുത്ത് എന്താ കാണിച്ചത് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ബിയർ നിന്നെ അവൻ്റെ വേലക്കാരനാക്കിയ ഡീലല്ലേ എനിക്കറിയാമെന്ന് പറയാണ്. ആ സമയം ഭീം നിനക്കത് അറിയാമോ എന്ന് വെച്ചപ്പോൾ ബിയർ പേടിക്കണ്ട, അവൻ എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനത് വേറെ ആരുടെയും പറഞ്ഞിട്ടില്ല, ആക്ച്വലി അവൻ അങ്ങനെ ചെയ്തത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഞാൻ അവൻ്റെ കൂടെ നിൽക്കുകയാണ്
ഫ്രണ്ടാണ്, അവൻ്റെ ഫ്രണ്ടായതുകൊണ്ട് അവൻ്റെ സൈഡ് പിടിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ അവൻ നീ വിചാരിക്കുന്ന പോലെ അത്ര മോശക്കാരനായിട്ടൊരു പയ്യനല്ല. അവൻ കുഞ്ഞായിരുന്നപ്പോഴേ അവൻ്റെ പാരൻസ് അവനെ റിലേറ്റീവ്സിൻ്റെ കൂടെ എബ്രോഡ് വിട്ടതാണ്. സമയത്ത് അവന് 4-5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിന് അവൻ്റെ ഫാമിലി ബിസിനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇവൻ്റെ പാരൻസ് ഇവനെ അങ്ങ് എബ്രോഡ് വിട്ടു. സഹോദരൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും ഒക്കെ അടിച്ചു പൊളിച്ച് നടന്നൊരു കുഞ്ഞു പയ്യൻ ഒരു സമയത്ത് പെട്ടെന്ന് അവരാരും ഇല്ലാതെ ദൂരേക്ക് പോയി. അങ്ങനെ അവൻ ഒറ്റപ്പെട്ടു. അവൻ്റെ റൂമിൽ അവൻ്റെ ഒരു പാവയും വെച്ചുകൊണ്ടിരുന്നു. അതവൻ്റെ അമ്മ കൊടുത്തൊരു പാവയായിരുന്നു എന്ന് പറയാണ്. ഭീമപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഒരു ടെഡി ബിയർ ആണെന്ന് വെച്ചപ്പോൾ ബിയർ അതെ നീ എപ്പോഴും അവൻ്റെ റൂമിൽ പോവാറുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം അതൊക്കെ വിട്ടിട്ട് നീ ബാക്കി കാര്യം പറയാനായിട്ട് പറയാണ്. അങ്ങനെ ബിയറാണെങ്കിൽ അവനങ്ങനെ എപ്പോഴും ഒറ്റപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ സ്കൂളിൽ പഠിക്കാനായിട്ട് ഇങ്ങ് തിരിച്ചു വന്നു. ആ ഒരു സമയം തന്നെ അവൻ്റെ ക്യാരക്ടർ കുറേ ചേഞ്ചായിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ്റെ പാരൻസിന് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഫുള്ളിങ്ങനെ ബിസിനസ്സിൻ്റെ പുറകെ ആയിരുന്നു. ഒരുപക്ഷേ ഫാമിലി നന്നാവാനാണ്, കാര്യങ്ങളെല്ലാം പുരോഗമിക്കാനാണ്, മക്കൾ നന്നായിട്ട് വളരാനാണ് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അവൻ്റെ പാരൻസ് അങ്ങനെ വർക്കിൻ്റെ പുറകെ പോയത്. എന്നാൽ അവൻ്റെ പാരൻസ് ആ ഒരു ടൈമിന് അവൻ്റെ ബർത്ത്ഡേനെ കുറിച്ച് പോലും ആലോചിച്ചിട്ടില്ല. അവന് വിഷ് ചെയ്തിട്ട് പോലുമില്ല. അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ബർത്ത്ഡേ അവൻ്റെ പാരൻസ് ആഘോഷിക്കാൻ പോയി. ആ കാര്യവും പറഞ്ഞ് അവനെൻ്റെ റൂമിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് വരെയുണ്ട്. അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ നിന്നെ മീറ്റ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നിന്നെ മീറ്റ് ചെയ്ത ശേഷം അവൻ ഭയങ്കര ഹാപ്പിയാണ്, അവൻ നല്ല മൂഡിലാണുള്ളത് എന്നൊക്കെ പറയാണ്. ആ സമയം ഭീം അത് പിന്നെ എന്നെ ദിവസവും കളിയാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് അവൻ നല്ല മൂടി ഇരിക്കുന്നതെന്ന് പറയാണ്. ആ സമയം ബീർ ചിരിച്ചിട്ട് എന്തായാലും നീ എൻ്റെ ഫ്രണ്ടിനെ നന്നായിട്ട് നോക്കിക്കോണേന്ന് പറയാണ്. ഭീം ആ സമയം ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബീർ അതിന് മറുപടി എടുക്കാതെ ഞാൻ ക്ലാസ്സിലേക്ക് പോകാം, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ നടന്നങ്ങ് ചെല്ലാണ്. ആ സമയം ഭീമും ബായി പറയുന്നുണ്ട്. ഇതും കാണിച്ച് ഞാൻ പാർട്ട് 1 ഇവിടെ എൻഡാക്കാണ്. ആക്ച്വലി എപ്പിസോഡ് ഫുള്ള് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഞാനിവിടെ ആ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ 2 പാർട്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തപ്പോൾ തന്നെ 25 മിനിറ്റിന് മേലെ പോയി. ഇനി 2 പാർട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ലോങ് ഡ്യൂറേഷനാണ്, ഒരുപാട് ടൈമുണ്ട്, നല്ല ലോങ് ഡ്യൂറേഷനാണ്. ഞാൻ ആ ഒരു 2 പാർട്ടും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 40 മിനിറ്റിന് മേലെ എപ്പിസോഡ് പോയെന്ന് വരും. ഒരുപക്ഷെ അതുക്കും മേലെ പോയെന്ന് വരും. സോ അത്രയും ഡ്യൂറേഷൻ ആവാതിരിക്കാനാണ് ഞാനിതിപ്പോൾ പാർട്ടായിട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പാർട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം. നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത് വരെ ബൈ.